ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണ്. മനുവിൻ്റെ പുത്രനായ നഭകൻ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ അവസാനത്തെ ആളാണ് കവിയും നൈഷ്ഠിക ബ്രഹ്മചാര്യം ആചരിച്ചിരുന്ന നാഭാഗൻ. നഭക രാജാവിന് തൻ്റെ വാർദ്ധക്യകാലമെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം മറ്റ് പുത്രന്മാർക്കെല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കുന്നു. സന്യാസിയായ നാഭാഗനെ അങ്ങ് മറന്നുപോകുന്നു. പക്ഷേ ഭാഗം കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം നാഭാഗൻ ആശ്രമം വിട്ട് തിരിച്ചു വന്നു. തൻ്റെ ഭാഗം ചോദിക്കുന്നു. അന്നേരം സഹോദരന്മാർ പറയും, പിതാവാണ് നിൻ്റെ ഭാഗം. അങ്ങനെ വൃദ്ധനായി കിടപ്പിലായിരിക്കുന്ന പിതാവിൻ്റെ അടുത്ത് വന്ന്, അങ്ങയെ എനിക്ക് ഭാഗമായി വച്ചിരിക്കുന്നു സഹോദരന്മാർ എന്ന കാര്യം അറിയിക്കും. അന്നേരം പിതാവ് പറയും, ഞാൻ നിനക്ക് ഉപജീവനമാർഗമല്ലല്ലോ, അങ്ങനെ ഒരു പദാർത്ഥമല്ലല്ലോ, അതുകൊണ്ട് ഉപജീവനമാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത സ്ഥലത്ത് നടക്കുന്ന ഒരു ദ്വാദശാഹ സത്രത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് വേദശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന നാഭാഗനെ പറഞ്ഞയക്കും. ആ സത്രത്തിൽ അനുഷ്ഠിക്കേണ്ടതായെന്ന കർമ്മങ്ങൾ അറിയാതെ വിഷമിച്ചിരിക്കുന്ന ബ്രാഹ്മണർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. സത്രാനന്തരം സത്രം നടത്തിയവരെല്ലാം മോക്ഷം പ്രാപിക്കും. ബാക്കി വരുന്ന ധനം നിനക്ക് അവർ സമർപ്പിക്കും. അങ്ങനെ അച്ഛൻ്റെ വാക്ക് കേട്ട് നാഭാഗൻ അവിടെ ചെല്ലുന്നു. ഗംഭീരമായി സത്രം നടക്കുന്നു. സത്രാനന്തരം ശേഷിച്ച ധനം നാഭാഗക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ധനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ധനത്തിന് അവകാശം പറഞ്ഞുകൊണ്ട് ഒരു കറുത്ത പുരുഷൻ അവിടെ വരുന്നു. തിരിച്ച് പിതാവിൻ്റെ അടുത്ത് വന്ന് കാര്യം പറയും. അന്നേരം പിതാവ് പറയും, യജ്ഞഭൂമിയിൽ എന്തൊക്കെ ശേഷിക്കുന്നോ അതൊക്കെ രുദ്രനുള്ളതാണ്. ശ്രീരുദ്രനാണത് എന്ന് തിരിച്ചറിയുന്ന നാഭാഗൻ ഉടനെ തന്നെ തിരിച്ചു വന്ന് ശ്രീരുദ്രനെ നമസ്കരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്നു. സന്തോഷവാനായ ഭഗവാൻ നാഭാഗൻ്റെയും പിതാവിൻ്റെയും സത്യസന്ധത കണ്ട് അതെല്ലാം തന്നെ നാഭാഗന് തിരിച്ചു നൽകുന്നു. കൂടാതെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായി അനുഗ്രഹിക്കുന്നു. അങ്ങനെ നാഭാഗന് രാജ്യം ലഭിക്കുന്നു, സ്വന്തം കുടുംബമുണ്ടാകുന്നു. അദ്ദേഹത്തിനുണ്ടാകുന്ന പുത്രനാണ് മഹാഭക്തനും പണ്ഡിതനുമായ അംബരീഷ്. കുട്ടിക്കാലം മുതൽ ഭഗവാനിൽ അടിയുറച്ച ഭക്തനായിരുന്നു അംബരീഷ്. തൻ്റെ പ്രായത്തിലുള്ള രാജകുമാരന്മാരെല്ലാവരും വേട്ടയും അധികാരക്കൊതിയുമായി നടക്കുമ്പോൾ അംബരീഷിൻ്റെ മനസ്സ് സദാ ഭഗവാനിലായിരുന്നു. സദാ ധ്യാനനിരതനായിരിക്കുക, ഭഗവാൻ മന്ത്രങ്ങൾ ജപിക്കുക. തികച്ചും സ്വാത്വികനായ അദ്ദേഹം അച്ഛനു ശേഷം രാജാവായി മാറുന്നു. ഒരു സാമ്രാട്ട് എന്ന നിലയിലല്ല, ഭഗവാന്റെ ദാസൻ എന്ന നിലയിൽ അദ്ദേഹം ജനസേവനം ചെയ്യാൻ തുടങ്ങി. സകല ഐശ്വര്യങ്ങളും രാജ്യത്തുണ്ടായി. 7 ദ്വീപുകൾ അടങ്ങിയ ഭൂമിക്ക് അധിപനായി, അക്ഷയ സമ്പത്തുള്ളവനായി മാറി. ഭൂമിയിൽ മറ്റാർക്കും ഇല്ലാത്ത സ്വാധീനങ്ങളും സാമാന്യ ജനങ്ങൾക്ക് ദുർലഭമായ ഐശ്വര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും തന്നെ ഭ്രമിപ്പിച്ചില്ല. പരിപൂർണ വിരക്തി വന്ന് പൂർണ്ണമായും ശ്രീകൃഷ്ണ ഭഗവാനിൽ സമർപ്പിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. വർദ്ധിച്ച ഐശ്വര്യമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അശ്വമേധ യാഗങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ഒരിക്കൽ തന്നെ പോലെ തന്നെ ശ്രീകൃഷ്ണ ഭക്തിയായിരിക്കുന്ന തൻ്റെ പത്നിയോടൊപ്പം ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹത്താൽ 1 വർഷം കൊണ്ട് പൂർത്തി വരുത്തുന്ന ദ്വാദശി വ്രതം അദ്ദേഹം ആചരിച്ചു തുടങ്ങി. ദശമി ദിവസം പകലൊരു നേരം ആഹാരം, ഏകാദശി നാളിൽ ശുദ്ധമായ ഉപവാസം, ദ്വാദശി നാളിൽ പകൽ ഒരു നേരം മാത്രം ആഹാരം. ഇങ്ങനെ 3 ദിവസത്തെ വ്രതം ആചരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ കാർത്തിക മാസത്തിൽ ഒരു ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശി നാളിൽ വ്രതം സമർപ്പിക്കാനായിട്ട് കാളിന്തി നദിയിൽ സ്നാനം കഴിച്ച് ബ്രാഹ്മണർക്ക് 60 കോടി പശുക്കളെ ദാനം നൽകി ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് അവസാനം എല്ലാവരുടെയും അനുവാദത്തോടെ പാരണ കഴിക്കാൻ പുറപ്പെടുന്ന സമയത്ത് അവിടെ ദുർവാസാഹു മഹർഷി വരുന്നു. രാജാവ് ഉടനെ ചാടി എഴുന്നേറ്റ് അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പാദ്യാദികളൊക്കെ നൽകി പൂജ ചെയ്തു. അവസാനം ഇന്നിവിടെ ഭിക്ഷ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അത് സ്വീകരിച്ച മഹർഷി സ്നാനം ചെയ്യാനായിട്ട് യമുനാ നദിയിലേക്ക് പോയി. ദ്വാദശി കഴിയാൻ 1 നാഴികയുള്ളത് വരെ കാത്തിരുന്നു. പക്ഷേ മഹർഷി സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്നില്ല. വ്രതപൂർത്തി വരുത്തുന്ന പാരണയ്ക്കുള്ള സമയം അതിക്രമിക്കുന്നു. അതിഥിയായ മഹർഷി വരുന്നതിന് മുമ്പേ പാരണ കഴിക്കുന്നതും ഉചിതമല്ല. എങ്ങനെയാണ് ധർമ്മം നിർവഹിക്കേണ്ടത് എന്ന് ദുഃഖിച്ചിരിക്കുന്ന രാജാവിനോട് ബ്രാഹ്മണരെല്ലാവരും ഉപദേശിക്കും. ശുദ്ധജലം കൊണ്ട് മാത്രം വ്രതസമാപ്തി വരുത്താം. അങ്ങനെ അല്പം വെള്ളം മാത്രം, തുളസിയിട്ട വെള്ളം കമണ്ടലിലെടുത്ത് കുടിച്ച് ഭഗവാനെ ധ്യാനിച്ച് തൻ്റെ വ്രതാനുഷ്ഠാനം അംബരീഷ് മഹാരാജാവ് അവസാനിപ്പിക്കുന്നു. അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് പോലെ ക്രോധനായിട്ട് ദുർവാസാവ് മഹർഷി അവിടേക്ക് വരുന്നത്. ഞാൻ വരാതെ നിങ്ങൾ വ്രതം അവസാനിപ്പിച്ചു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കോപാഗ്നിയാൽ ഉജ്ജ്വലിച്ചുകൊണ്ട് തൻ്റെ ജടയെ നിലത്തടിക്കുന്നു. അന്നേരം ഒരു ഭീകരമായ ഒരു സത്വം അവിടെ സൃഷ്ടിക്കുകയാണ്. ഈ സത്വം നിൻ്റെ അഹങ്കാരം മാറ്റുമെന്ന് അംബരീഷിനോട് വിളിച്ചു പറയുന്നു. സത്വം അലറിക്കൊണ്ട് അംബരീഷ് രാജാവിന് നേരെ അടുക്കുന്നു. ഒന്നും മിണ്ടാതെ ഭഗവാന്റെ നാമം ജപിച്ചു നിന്ന അംബരീഷ് രാജാവ് അചഞ്ചലനായിട്ടിരിക്കുന്നു. ആ സമയത്ത് ഒരത്ഭുതം നടക്കുന്നു. ആകാശം വർണ്ണാഭമായി. കത്തിജ്വലിക്കുന്ന ഒരു സുദർശന ചക്രം താഴേക്കിറങ്ങി വന്ന് ആ സത്വത്തിന് മേൽ വന്ന സത്വത്തെ ഭസ്മീകരിക്കുകയാണ്. അതിനുശേഷം ചക്രം നേരെ ദുർവാസാവ് മഹർഷിയുടെ നേർക്ക് പോയി. ഭയന്നുപോയ മഹർഷി ഓടാൻ തുടങ്ങി. ദിവസങ്ങളോളം അദ്ദേഹം ഓടി. പർവ്വതങ്ങളും സമതലങ്ങളും പുഴകളും ഒക്കെ കടന്നു. പക്ഷേ ചക്രായുധം പിന്നാലെ തന്നെയുണ്ട്. ഒടുവിൽ അദ്ദേഹം ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കും. എന്നാൽ വിഷ്ണു ചക്രത്തെ തടയാനാവില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് മടക്കി അയക്കുന്നു. മഹാദേവനിൽ അഭയം പ്രാപിക്കുന്നു. അവിടെ നിന്നും ഇതേ മറുപടി. ഒടുവിൽ സനകാദി മുനികളെയും നാരദ മഹർഷികൾ, അങ്ങനെ ഒരുപാട് മഹർഷിമാരെ ആശ്രയിക്കുന്നു. ആരും സഹായിക്കുന്നില്ല. അവസാനം വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനടികെ ചെന്നു. പക്ഷേ ഭഗവാൻ പറയും, ഞാൻ സർവശക്തനാണ്, പക്ഷേ ഞാൻ എൻ്റെ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ കുടുക്കിയിട്ടിരിക്കുന്നത് കാരണം സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഒരു തീരുമാനമെടുക്കാനോ രക്ഷിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഭക്തനായ അംബരീഷിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ മഹർഷി തിരിച്ച് അംബരീഷ രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. പക്ഷേ അപ്പോഴേക്കും 1 വർഷം പിന്നിട്ടിരുന്നു. ഈ 1 വർഷക്കാലം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് മഹർഷിക്കായി കാത്തിരിക്കുകയായിരുന്നു അംബരീഷ മഹാരാജാവ്. മഹർഷിയെ കണ്ടതും സ്വീകരിക്കാൻ ഓടി. പക്ഷേ മഹർഷി ഓടി വന്ന് രാജാവിൻ്റെ കാൽക്കൽ വീണ് തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. ദയാനിധിയായ രാജാവ് തനിക്ക് ആരോടും ശത്രുതയില്ല, ഞാൻ ഭഗവാന്റെ ദാസൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ കൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും, ഒരു ഭക്തനെന്ന നിലയിൽ ഞാൻ എൻ്റെ കടമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷണം അവസാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ചക്രായുധം മഹർഷിക്ക് പിന്നാലെ പോകുന്നത് നിർത്തി അപ്രത്യക്ഷനാവുന്നു. അങ്ങനെ അംബരീഷ മഹാരാജാവിൻ്റെ ഭക്തിയുടെ മഹത്വം മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി ഇത്രയും കാലം ഭക്ഷണം കഴിക്കാതെ തന്നെ കാത്തിരുന്ന രാജാവിനോടൊപ്പം ഇരുന്ന് വേണ്ടതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ മുനി യഥേഷ്ടം ഭുജിച്ച് തൃപ്തനായതിന് ശേഷം രാജാവിനോട് ഭക്ഷണം കഴിക്കാൻ ആദരപൂർവ്വം പറയുകയാണ്. അതിനുശേഷമാണ് രാജാവ് ഭക്ഷണം കഴിക്കുന്നത്. രാജാവ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണത്രേ ഈ 1 വർഷക്കാലം തൻ്റെ ഭക്തൻ പട്ടിണി കിടക്കുന്നത് കാരണം ഭഗവാനും ഭക്ഷണമൊന്നും കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു. അംബരീഷ മഹാരാജാവും ഭക്ഷണം കഴിച്ച് തൃപ്തിയായപ്പോഴാണത്രേ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭക്ഷണം കഴിച്ചത്. ആരാണോ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ചെയ്യാൻ കഴിയാത്തതും ഉപേക്ഷിക്കാൻ സാധിക്കാത്തതുമായിട്ടൊന്നുമില്ല. ഭക്തന്മാരെ സർവ്വ ആപത്തുകളിൽ നിന്നും പരിപാലിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കഥ കേട്ടാൽ വായിച്ചാൽ ഒക്കെയുള്ള ഫലം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. സന്ധ്യാസമയത്തും ശ്രദ്ധായുക്തനായി ആര് ഈ കഥ സ്മരിക്കുന്നുവോ അവർ വിദ്വാനും മന്ത്രജ്ഞനുമായി മാറും. അന്ത്യകാലത്തിൽ പരമാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യും.
ജനന മരണ പ്രവാഹരൂപമായ സംസാര സങ്കടം പിന്നെ അവന് അനുഭവിക്കേണ്ടതായി വരികയില്ല എന്നതാണ് ഈ കഥ കേട്ടാലുള്ള ഫലമായി ഭാഗവതത്തിൽ പറയുന്നത്. നന്ദി, നമസ്കാരം.